നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 11 വെളുപ്പിന് 1:17 AM ബുധൻ മീനം രാശിയിലേക്ക്, നീചരാശിയിലേക്ക് ശത്രുവായ ചൊവ്വയായിട്ട് യോഗം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പൊതുവെ നേട്ടങ്ങളുള്ള രാശിക്കാർ 4 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. അവർക്ക് ഈ നേട്ടങ്ങളുടെ പൊലിമ കുറയുമെന്നുള്ള ഉറപ്പാണ്. കാരണം ബുധൻ നീചരാശിയിലാണെന്ന് മാത്രമല്ല, ശത്രുവായ ചൊവ്വയായിട്ട് യോഗം ചെയ്യുന്നു. കൂടാതെ ചൊവ്വയും ശനിയും അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യനും. അപ്പോൾ സൂര്യനും ശനിയും ശത്രുക്കളാണ്, ശനിയും ശത്രുക്കളാണ്, ചൊവ്വയും ബുധനും ശത്രുക്കളാണ്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നങ്ങളാണ്. എങ്കിലും നമുക്ക് സൂര്യൻ ഏപ്രിൽ 14 രാശി മാറുന്നു. അപ്പോൾ അത്രയും ഒരു പ്രശ്നങ്ങൾ. പക്ഷേ സൂര്യൻ എന്ന് പറയുമ്പോൾ ബുധൻ്റെ സമനാണ്. സൂര്യനും ബുധനും കൂടെ ചേർന്ന് നിപുണയോഗം ഈ 11-ാം തീയതി മുതൽ 14-ാം തീയതി രാവിലെ സൂര്യൻ മാറുന്ന വരെ നിപുണയോഗം, ബുധാദിത്യ യോഗം അഥവാ രവി ബുധയോഗം സൃഷ്ടിക്കുന്നു. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ബുധൻ നീചരാശിയിലായതുകൊണ്ട് നേട്ടങ്ങളുള്ള രാശിക്കാർക്ക് അതിൻ്റെ ആ ഉജ്ജ്വലത കുറയും. അപ്പോൾ നമുക്കറിയാം ബുധൻ അനുകൂലമായിട്ട് വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ബൗദ്ധിക മേഖലയിൽ നേട്ടം, സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം, അതുപോലെ കലാസാഹിത്യ രംഗത്ത് നേട്ടം, പിന്നെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് നേട്ടം, അതുപോലെ തന്നെ ഈ തീർച്ചയായിട്ടും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ പക്ഷേ അതിനൊക്കെ തന്നെ ഒരു പൊലിമ കുറയും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ശരിക്കും 6 രാശിക്കാർക്കാണ് നേട്ടം ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ കൂടുതൽ നേട്ടമുള്ള 4 രാശിക്കാരെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, ബിസിനസ്സുകാർ, അധ്യാപകർ, അഡ്വക്കേറ്റുമാർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കാണ് നേട്ടം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്താണ് നേട്ടം വരുന്നത്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലവും കൂടിയാണ്. അതുകൂടാതെ 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്താണ് ബുധൻ വരുന്നത്. അപ്പോൾ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് ഇടവൻ രാശിക്ക് തന്നെയാണ്. ഓക്കെ, ഇടവൻ രാശിക്ക് മാത്രമല്ല, ഇടവൻ ലഗ്നക്കാർക്കും നേട്ടമാണ്. ഓക്കെ, ഇനി അടുത്ത ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദ ആദ്യ 3 പാദം. മിഥുനം രാശിക്കും മിഥുനം ലഗ്നത്തിനും നേട്ടമാണ്. അപ്പോൾ ഇവർക്ക് കർമ്മഭാവത്തിലാണ് ബുധൻ വരുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, പഠന സാമഗ്രികൾ, അതായത് പേന മുതൽ കമ്പ്യൂട്ടർ വരെ വ്യാപാരം ചെയ്യുന്നവർക്കും നേട്ടമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് മിഥുനം രാശിക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. കൂടാതെ ഇവർക്ക് ഈ കാലയളവിൽ ഏപ്രിൽ 30 വരെയാണ് ബുധൻ ഈ രാശിയിൽ തുടരുക. അപ്പോൾ ഈ കാലയളവിൽ ഏകദേശം 6 ഗ്രഹങ്ങളോളം ഇവർക്ക് അനുകൂലമാണ്, ബുധൻ ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് ഉള്ള ഉന്നതിയാണ് ഇവർക്ക് ഉണ്ടാവുക. ഇനി തുലാം രാശി, തുലാം ലഗ്നവും. ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഓക്കെ, തുലാം രാശിക്ക് 6-ാം ഭാവത്തിലാണ് ബുധനെ കൂടാതെ സൂര്യൻ,
ചൊവ്വ, ശനി ഇവ വരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ശത്രുവിൽ വിജയം അതാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ രോഗങ്ങൾ ശമിക്കും, ചിലത് പൂർണ്ണമായിട്ട് മാറും. പിന്നെ കടങ്ങളൊക്കെ ഉള്ളത് കുറയും. പിന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യമായിട്ട് അനുകൂലമായിട്ട് മാറും. പിന്നെ അപകട സാധ്യത ഉള്ളതൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യത. പൊതുവെ തുലാം രാശിക്ക് ശത്രുവിൽ വിജയമാണ് ഞങ്ങൾ ഈ കാലയളവിൽ പ്രധാനമായിട്ടും പറയുന്നത്. മറ്റ് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ. ഓക്കെ, ഇനി അടുത്ത രാശി ഞങ്ങൾ പറയുന്നത് ധനു രാശിയാണ്. ധനു ലഗ്നത്തിനും സാധ്യതയാണ്. എങ്കിലും ഇവർക്ക് ബുധനും വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമാണെങ്കിലും ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ 4 രാശിക്കാരിൽ അല്പം കുറവ് നേട്ടങ്ങളുണ്ടാകുന്നത് ധനുരാശിക്കായിരിക്കും. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യ പാദം. ധനുരാശിക്ക് 4-ാം ഭാവത്തിലാണ് ബുധൻ വരുന്നത്, ഈ 4 ഗ്രഹങ്ങളും വരുന്നത്. അപ്പോൾ ഗൃഹലാഭം, വാഹനലാഭം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും പൊതുവെ അതിനൊക്കെ തടസ്സങ്ങളും ഉണ്ടാവാം. പിന്നെ അതും കൂടാതെ തീർച്ചയായിട്ടും മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാവും. പിന്നെ പൊതുവേ ഒരു സൗഖ്യം എല്ലാ കാര്യത്തിലും ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് മറ്റ് 3 രാശിക്കാരുടെ അത്രയും നേട്ടങ്ങളുണ്ടാവില്ല. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ ഈ 4 രാശിക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ നേട്ടങ്ങളുടെ പൊലിമ കുറഞ്ഞിരിക്കും. എന്തായാലും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.